ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2 ഡി സി സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് തിയറംസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ ടോപ്പിക്കാണ് ഇലക്ട്രിക് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് തിയറംസ്. അതിൽ നമ്മളൊരു സർക്യൂട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് പാരാമീറ്റേഴ്സാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്താണ് സർക്യൂട്ട്. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എ സർക്യൂട്ട് ഈസ് എ ക്ലോസ്ഡ് കണ്ടക്റ്റിംഗ് പാത്ത് ത്രൂ വിച്ച് ആൻ ഇലക്ട്രിക് കറണ്ട് either ഫ്ലോസ് ഓർ ഈസ് ഇൻറ്റൻഡ് ടു ഫ്ലോ. അതായത് ഒരു ഇലക്ട്രിക്കൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് കണ്ടക്റ്റിംഗ് പാത്തിനെ പറയുന്ന പേരാണ് സർക്യൂട്ട് എന്ന് പറഞ്ഞത്. സോ സിംപ്ലി എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് കണ്ടക്റ്റിംഗ് പാത്തിനെ പറയുന്ന പേരാണ്, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ക്ലോസ്ഡ് കണ്ടക്റ്റിംഗ് പാത്തിനെ പറയുന്ന പേരാണ് സർക്യൂട്ട്. രണ്ടാമത്തെ പാരാമീറ്റേഴ്സ്, ഇലക്ട്രിക് സർക്യൂട്ടിലെ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിലുള്ള വേരിയസ് എലമെൻറ്റുകളെ പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ ഒന്നുണ്ടാകും, റെസിസ്റ്റൻസ് ഉണ്ടാകും, ഇൻഡക്റ്റൻസ് ഉണ്ടാകും, കപ്പാസിറ്റൻസ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഓരോ വേരിയസ് എലമെൻസിനെയും പറയുന്ന പേരാണ് പാരാമീറ്റേഴ്സ്. മൂന്നാമതാണ് ലീനിയർ സർക്യൂട്ട്. അപ്പോൾ സർക്യൂട്ടിന് തന്നെ ഇനി വീണ്ടും നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുകയാണ്. ലീനിയർ സർക്യൂട്ട്, നോൺ ലീനിയർ സർക്യൂട്ട്, ബൈലാറ്ററൽ സർക്യൂട്ട്, യൂണിലാറ്ററൽ സർക്യൂട്ട് എന്നൊക്കെയുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. സോ ആദ്യം ലീനിയർ സർക്യൂട്ട്. സോ ലീനിയർ സർക്യൂട്ടിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: എ ലീനിയർ സർക്യൂട്ട് ഈസ് വൺ വൂസ് പാരാമീറ്റേഴ്സ് ആർ കോൺസ്റ്റൻറ്റ്, ദേ ഡു നോട്ട് ചേഞ്ച് വിത്ത് വോൾട്ടേജ് ഓർ കറണ്ട്. അതായത് ഒരു ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരാമീറ്റേഴ്സ് എല്ലാ സമയത്തും കോൺസ്റ്റൻ്റ് ആണ്. അതെന്ത് ചെയ്യില്ല, ആ ഒരു സർക്യൂട്ടിലുണ്ടാകുന്ന വോൾട്ടേജിനോ കറണ്ടിനോ അനുസരിച്ച് മാറാത്ത സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ലീനിയർ സർക്യൂട്ട്. അപ്പോൾ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻഡക്റ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റൻസ് അതെപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്. ആ ഒരു സർക്യൂട്ടിലുള്ള വോൾട്ടേജോ കറണ്ടോ ഒന്നും മാറിക്കഴിഞ്ഞാൽ ആ ഒരു സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസോ കപ്പാസിറ്റൻസോ ഇൻഡക്റ്റൻസിലോ ഒന്നും ഒരു വ്യത്യാസം വരുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ലീനിയർ സർക്യൂട്ട്. നാലാമത്താണ് നോൺ ലീനിയർ സർക്യൂട്ട്. നോൺ ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർക്യൂട്ട് വൂസ് പാരാമീറ്റേഴ്സ് ചേഞ്ച് വിത്ത് വോൾട്ടേജ് ഓർ കറണ്ട്. അപ്പോൾ നോൺ ലീനിയർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടാണ്, ആ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന പാരാമീറ്റേഴ്സ് സർക്യൂട്ടിനകത്തുള്ള വോൾട്ടേജിനും കറണ്ടിനും അനുസരിച്ച് എന്ത് ചെയ്യും, മാറും. അപ്പോൾ ആദ്യം ഒരു സമയത്ത് ഒരു വോൾട്ടേജും കറണ്ട് ആകുന്ന സമയത്ത് ആ സർക്യൂട്ടിലുള്ള ഇൻഡക്റ്റൻസും റെസിസ്റ്റൻസും കപ്പാസിറ്റൻസും ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ സർക്യൂട്ടിലുള്ള കറണ്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ സർക്യൂട്ടിനകത്തുള്ള ഈ പാരാമീറ്റേഴ്സ് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും റെസിസ്റ്റൻസും ഒക്കെ വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് നോൺ ലീനിയർ സർക്യൂട്ട് എന്ന് പറയും. നെക്സ്റ്റ് വണ്ണാണ് ബൈലാറ്ററൽ സർക്യൂട്ട്. ബൈലാറ്ററൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എ ബൈലാറ്ററൽ സർക്യൂട്ട് ഈസ് വൺ വൂസ് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ദ സെയിം ഇൻ ഐദർ ഡയറക്ഷൻ. The usual transmission line is bilateral because it can be made to perform its function equally well in either direction. അതായത് ഒരു ബൈലാറ്ററൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് ആ ഒരു സർക്യൂട്ടിൽ ഏത് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാലും ഒരേ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന സർക്യൂട്ടുകളെ പറയുന്ന പേരാണ് ബൈലാറ്ററൽ സർക്യൂട്ട്. അപ്പോൾ ആ സർക്യൂട്ടിൽ പിന്നെ ഏത് ഡയറക്ഷനിൽ ആയിക്കോട്ടെ, അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആ സർക്യൂട്ടിന് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിലും നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലോട്ട് അങ്ങനെ ഫ്ലോ ചെയ്യില്ല. നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ഡയറക്ഷൻ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് പറയുകയാണ്. പോസിറ്റീവ് നെഗറ്റീവ്ക്കാണെങ്കിലും നെഗറ്റീവ് നിന്ന് പോസിറ്റീവ്ക്കാണെങ്കിലും ആ രണ്ട് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്ത് കഴിഞ്ഞാലും ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും ആ സർക്യൂട്ടിന് ഉണ്ടാവുക. അതിനെ പറയുന്ന പേരാണ്, അത്തരത്തിലുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ബൈലാറ്ററൽ സർക്യൂട്ട്. ഏത് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാലും ആ സർക്യൂട്ടിലുണ്ടാകുന്ന പ്രോപ്പർട്ടീസ് സെയിം ആണെങ്കിൽ അത്തരത്തിലുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ബൈലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ നോർമലി അധിക സർക്യൂട്ടുകളൊക്കെ എന്തായിരിക്കും, ബൈലാറ്ററൽ സർക്യൂട്ടുകളായിരിക്കും ഉണ്ടാവുക. നമുക്ക് കൂടുതൽ പെർഫോമൻസും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഒരേ രീതിയിലുള്ള ഏത് ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാലും അതിന് പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യാത്ത സർക്യൂട്ടുകളാണ് നമുക്ക് ആവശ്യം ഉണ്ടാവുക. സോ കൂടുതൽ സർക്യൂട്ടുകളും ബൈലാറ്ററൽ സർക്യൂട്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു റെസിസ്റ്റർ മാത്രമുള്ള സർക്യൂട്ടാണെന്ന് കരുതാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് റെസിസ്റ്റർ മാത്രമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സർക്യൂട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റർ മാത്രം, ആ റെസിസ്റ്ററിൽ നിന്ന് പിന്നെ ഇങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാലും ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ R തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പർട്ടി റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും. ഇനി തിരിച്ച് ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ എന്നുണ്ടെങ്കിലും ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും.
അതായത് ആ ഒരു സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി ഏത് ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടാണെങ്കിലും അതിൻ്റെ ഡയറക്ഷൻ, കറണ്ട് ഡയറക്ഷൻ അവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. സോ അത്തരത്തിലുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് ബൈലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയും. നെക്സ്റ്റ് വൺ ആണ് യൂണിലാറ്ററൽ സർക്യൂട്ട്. യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സർക്യൂട്ട് വിത്ത് പ്രോപ്പർട്ടീസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ചേഞ്ചസ് വിത്ത് ഡയറക്ഷൻ ഓഫ് ഓപ്പറേഷൻ. അതായത് ഈ ഒരു സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ഇതിൻ്റെ പ്രോപ്പർട്ടി മാറും. അപ്പോൾ നേരത്തെ നമ്മൾ ബൈലാറ്ററൽ ആകുന്ന സമയത്ത് ഏത് ഡയറക്ഷനിൽ കറണ്ട് വന്നു കഴിഞ്ഞാലും അതിൻ്റെ സർക്യൂട്ടിലുണ്ടാകുന്ന പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. യൂണിലാറ്ററൽ ആകുന്ന സമയത്ത് ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രോപ്പർട്ടിയിൽ എന്തുണ്ടാകും, ചേഞ്ച് ഉണ്ടാകുന്ന സർക്യൂട്ടുകളെ പറയുന്ന പേരാണ് യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയും. അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ഒരു ഡയോഡ് റെക്ടിഫയർ എന്ന് പറഞ്ഞാൽ അതൊരു യൂണിലാറ്ററൽ സർക്യൂട്ടാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഡയോഡിലൂടെ ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കറണ്ട് കടന്നു പോകുള്ളൂ. അത് കാരണം ഡയോഡിന് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും, ഒരു ഫോർവേഡ് ബയാസും ഉണ്ട്, റിവേഴ്സ് ബയാസും ഉണ്ട്. അപ്പോൾ ഡയോഡിൻ്റെ പോസിറ്റീവും നെഗറ്റീവും വന്നു കഴിഞ്ഞാൽ, ഡയോഡിൻ്റെ നെഗറ്റീവ് ബാറ്ററിൻ്റെ നെഗറ്റീവും, ഡയോഡിൻ്റെ പോസിറ്റീവ് ബാറ്ററിൻ്റെ പോസിറ്റീവും വന്നാൽ മാത്രമേ ഡയോഡ് ആ ഒരു ഡയറക്ഷനിൽ മാത്രമേ കറണ്ട് എന്ത് ചെയ്യുള്ളൂ, ഫ്ലോ ചെയ്യുള്ളൂ. അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വെച്ച് കഴിഞ്ഞാൽ, അതായത് കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറിക്കഴിഞ്ഞാൽ ഡയോഡ് എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല, റിവേഴ്സ് ബയാസിലായിട്ട് മാറും. സോ ഒരു ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർട്ടിയും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കറണ്ട് വന്നു കഴിഞ്ഞാൽ വേറെ പ്രോപ്പർട്ടിയും കാണിക്കുകയാണ് ഈ ഡയോഡുള്ള സർക്യൂട്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്യൂട്ടുകളെ കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് സർക്യൂട്ടിൻ്റെ പ്രോപ്പർട്ടി മാറുന്ന സർക്യൂട്ടുകളെ പറയുന്ന പേരാണ് യൂണിലാറ്ററൽ സർക്യൂട്ട് എന്ന് പറയും. ഇനി നോക്കാം ഇലക്ട്രിക് നെറ്റ്വർക്ക് നോക്കാം. അപ്പോൾ ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കാം, എ കോമ്പിനേഷൻ ഓഫ് വേരിയസ് ഇലക്ട്രിക് എലമെൻറ്റ്സ് കണക്റ്റഡ് ഇൻ എനി മാനർ വാട്ട് ഈസ് കോൾഡ് ആൻ ഇലക്ട്രിക് നെറ്റ്വർക്ക്. നമ്മൾ വേരിയസ് എലമെൻറ്റ്സ് പറഞ്ഞു, റെസിസ്റ്റർ പറഞ്ഞു, ഇൻഡക്ടർ പറഞ്ഞു, കപ്പാസിറ്റർ പറഞ്ഞു, അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ്, ബാറ്ററി ഉണ്ടാകും, പിന്നെ അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഒരു ഇലക്ട്രിക് സർക്യൂട്ടിലുണ്ടാകും. അങ്ങനെ ആ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഏതെങ്കിലും ഒരു കോമ്പിനേഷനിൽ നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു മാനറിൽ അല്ലെങ്കിൽ ഏതൊരു കോമ്പിനേഷൻ രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ഇലക്ട്രിക് നെറ്റ്വർക്ക്. ഇപ്പോൾ സാധാരണ നമ്മൾ ഏതൊരു സർക്യൂട്ടിന് നമുക്ക് ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറയാൻ പറ്റും. റെസിസ്റ്ററും ബാറ്ററിയും കപ്പാസിറ്ററും ഇൻഡക്ടറൊക്കെ നമ്മൾ ഏതെങ്കിലും ഒരു മാനറിൽ ഒരു സർക്യൂട്ടിനകത്ത് കണക്ട് ചെയ്യണമെങ്കിൽ ആ ഒരു ടോട്ടൽ കോമ്പിനേഷൻ നമ്മൾ പറയുന്ന പേരാണ്, അതിന് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് ആ കോമ്പിനേഷൻ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് നെറ്റ്വർക്ക് എന്ന് പറയും. ഇനി ആ നെറ്റ്വർക്കിന് രണ്ട് തരത്തിൽ നെറ്റ്വർക്ക് ഉണ്ട്. പാസീവ് നെറ്റ്വർക്കും ഉണ്ട്, ആക്റ്റീവ് നെറ്റ്വർക്കും ഉണ്ട്. അപ്പോൾ പാസീവ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്യൂട്ടിനകത്ത് നമ്മൾ ബാറ്ററി ഒന്നും വെച്ചിട്ടില്ല, ഒരു ബാറ്ററി ഇല്ല, അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് EMF ഇല്ല, അത്തരത്തിലുള്ള സർക്യൂട്ടിനെ പറയുന്ന പേരാണ് പാസീവ് നെറ്റ്വർക്ക്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു റെസിസ്റ്റർ മാത്രം നമ്മൾ വെച്ചു, ഇപ്പോൾ നമ്മൾ കാണിക്കണമെങ്കിൽ റെസിസ്റ്റർ മാത്രം വെച്ചു, ഇവിടെ ഒരു റെസിസ്റ്ററും രണ്ട് റെസിസ്റ്ററുകളും വെച്ചു, ഇങ്ങനെ കണക്ട് ചെയ്തു. അപ്പോൾ ഇതിലൊരു ബാറ്ററി അവിടെ ഇല്ല, രണ്ട് റെസിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്യൂട്ട് നമ്മൾ പറയും പാസീവ് നെറ്റ്വർക്ക് എന്ന് പറയും. പാസീവ് നെറ്റ്വർക്ക് പറഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക്കൽ നെറ്റ്വർക്കാണ്, പക്ഷേ ഈ ഇലക്ട്രിക് നെറ്റ്വർക്കിൻ്റെ അകത്ത് എന്തില്ല, അവിടെ ഒരു സോഴ്സ് ഓഫ് EMF നമ്മൾ ബാറ്ററിയോ അല്ലെങ്കിൽ പിന്നെ AC സപ്ലൈയോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. സോ അതിന് പറഞ്ഞ പേരാണ് പാസീവ് നെറ്റ്വർക്ക് എന്ന് പറയും. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്റ്റീവ് നെറ്റ്വർക്ക്. അപ്പോൾ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ നെറ്റ്വർക്കിനകത്ത് അതിൽ ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ ഒരു സോഴ്സ് ഓഫ് EMF അല്ലെങ്കിൽ ഒന്നിലധികം സോഴ്സ് ഓഫ് EMF ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയും. മിനിമം ഒന്നെങ്കിലും വേണം, ഒന്നിലധികം ഉപയോഗിച്ച് കഴിഞ്ഞാലും അതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് നെറ്റ്വർക്ക് എന്ന് പറയും. സാധാരണ നമ്മൾ കാണുന്ന സർക്യൂട്ടുകളൊക്കെ ബാറ്ററി ഉള്ള സർക്യൂട്ട് അല്ലെങ്കിൽ AC സപ്ലൈ ഉള്ള സർക്യൂട്ടുകൾ നെറ്റ്വർക്ക് ഇതിനെ പറയുന്ന പേരാണ് ആക്റ്റീവ് നെറ്റ്വർക്ക് എന്നാണ് പറയാറുള്ളത്. ഇനി നെക്സ്റ്റ് വൺ ആണ് നോഡ്. നോഡ് ഈസ് എ ജംഗ്ഷൻ ഇൻ എ സർക്യൂട്ട് വേർ 2 or more സർക്യൂട്ട് എലമെൻറ്റ്സ് ആർ കണക്റ്റഡ് ടുഗദർ. നോഡ് എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്, ഒരു സർക്യൂട്ടിലുണ്ടാകുന്ന ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനകത്ത് രണ്ടോ അതിലധികമോ സർക്യൂട്ട് എലമെൻറ്റുകൾ കൂടി ചേർന്നിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ജംഗ്ഷനെ പറയുന്ന പേരാണ് നോഡ് എന്ന് പറഞ്ഞാൽ. സോ നോഡ് എന്ന് പറഞ്ഞാൽ ഒരു ജംഗ്ഷനാണ്. ആ ജംഗ്ഷനിൽ ആ ജംഗ്ഷനിൽ രണ്ടോ അതിലധികമോ ആ എലമെൻറ്റ്സ് കൂടി ചേർന്നിട്ടുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് നോഡ് എന്ന് പറയും. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് ശ്രദ്ധിക്കുക. നെറ്റ്വർക്കിൽ ഇവിടെ നമ്മൾ പറഞ്ഞത്
നോഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോഡ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികം എലമെൻറ്റ്സ് കൂടിച്ചേരുമ്പോൾ അതിനുള്ള പറയണ പേരാണ്, ആ ജംഗ്ഷനെ പറയണ പേരാണ് നോഡ് എന്ന് പറയുന്നത്. അപ്പോൾ 1 എന്നുള്ള ഇവിടെ 1 2 3 4 5 6 ആയിട്ട് ഇവിടെ എന്ത് ചെയ്തിട്ട് ചില ഓരോ ജംഗ്ഷനിൽ ഓരോ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇവിടെ ഒന്നാമത്തെ ജംഗ്ഷൻ നോക്കുക. ഒന്നാമത്തെ ജംഗ്ഷനിൽ ഒരു റെസിസ്റ്ററും ഒരു ബാറ്ററിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടോ അതിലധികമോ സർക്യൂട്ട് എലമെൻറ്റ്സ് കൂടി ചേർന്നാൽ അതിനെ പറയുന്ന പേരാണ് നോഡ് നമ്മൾ പറഞ്ഞു. സോ 1 എന്താണ്, ഒരു നോഡാണ്. അതേപോലെ രണ്ടാമത്തെ 2 എന്നുള്ള പോയിന്റ് നോക്കുക. 2 എന്നുള്ള പോയിന്റിൽ R1ഉം R2ഉം R3ഉം അല്ലേ, ഈ R1 ഇവിടെ വരുന്നുണ്ട്, R2 ഇവിടെ ചേർന്നിട്ടുണ്ട്, R3 ഇവിടെ ഉണ്ട് അല്ലേ. അത് ആ 2 എന്നുള്ള പോയിന്റിൽ നിന്നാണ് ആ 3ഉം പോകുന്നത്. സോ 2 എന്നുള്ളത് എന്താണ്, നമുക്ക് നോഡായിട്ട് പറയാൻ പറ്റും. 3 എലമെൻറ്റ്സ് ഇവിടെ ഉണ്ട്. അതേപോലെ 3 നോഡാണ്, 4 നോഡാണ്, 5 നോഡാണ്. 6നെ നമുക്ക് നോഡായിട്ട് പറയാൻ പറ്റില്ല, കാരണം 6ൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ സർക്യൂട്ട് പ്രകാരം നമുക്ക് എന്ത് മാത്രമേ ഉള്ളൂ, 6 എന്ന് പറഞ്ഞാൽ ഈ ഒരു എലമെൻറ്റ് മാത്രമേ ഇവിടെ ഉള്ളൂ, ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ 6 നമുക്ക് വേണമെങ്കിൽ നോഡ് എന്നുള്ളതിന് എന്താ ചെയ്യാം, ഒഴിവാക്കി പറയാൻ പറ്റും. ഇപ്പോൾ 1 2 3 4 5 എന്നുള്ള എന്താണ് ഒരു നോഡായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും. ഇനി അതാണ് നോഡ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് പറയാനുള്ളതാണ് ബ്രാഞ്ച്. ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ ഈസ് ദ പാർട്ട് ഓഫ് നെറ്റ്വർക്ക് വിച്ച് ലൈസ് ബിറ്റ്വീൻ 2 ജംഗ്ഷൻസ്. 2 ജംഗ്ഷൻസിൻ്റെ അടിയിൽ കിടക്കുന്ന പാർട്ടിനെ പറയുന്ന പേരാണ്, 2 നോഡിൻ്റെ അടിയിലുള്ള പാർട്ടിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ. 2 നോഡിൻ്റെ അടിയിലുള്ള ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് നോഡ് എന്ന് പറഞ്ഞു, ബ്രാഞ്ച് എന്ന് പറഞ്ഞു. സോ ഇവിടെ 1 2 എന്നുള്ളത് എന്താണ്, ഒരു ബ്രാഞ്ചാണ്. ഇവിടെ നോക്കുക, ഇതൊരു ബ്രാഞ്ചാണ്. ഇവിടെ 1 എന്നുള്ളൊരു നോഡാണ്, 2 എന്നുള്ളൊരു നോഡാണ്. അങ്ങനെ 1 2 എന്താണ്, ഒരു ബ്രാഞ്ചാണ്. 2 3 എന്താണ്, ഒരു ബ്രാഞ്ചാണ്. അതേപോലെ 3 4 എന്താണ്, ഒരു ബ്രാഞ്ചാണ്. 4 5 എന്താണ്, ഒരു ബ്രാഞ്ചാണ്. 5 2 എന്താണ്, ഒരു ബ്രാഞ്ചാണ്. സോ ഇവിടെ 5 ബ്രാഞ്ച് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. 1 2 3 4 5 ബ്രാഞ്ചുകൾ ഇവിടെ ഉണ്ട്. ഈ 5 6 എന്തല്ല, ഒരു ബ്രാഞ്ച് അല്ല. സോ 1 2 ബ്രാഞ്ചാണ്, 2 3 ബ്രാഞ്ചാണ്, 3 4 ബ്രാഞ്ചാണ്, 4 5 ബ്രാഞ്ചാണ്, 2 5 എന്താണ്, ഒരു ബ്രാഞ്ചായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 2 നോഡിൻ്റെ ഇടയിലുള്ള പാർട്ട് ഓഫ് നെറ്റ്വർക്കിനെ പറയുന്ന പേരാണ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ. ഇനി നെക്സ്റ്റ് വണ്ണാണ് ലൂപ്പ്. ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ക്ലോസ് പാത്ത് ഇൻ എ സർക്യൂട്ട് ഇൻ വിച്ച് നോ എലമെൻറ്റ്സ് ഓർ നോഡ് ഈസ് എൻകൗണ്ടേർഡ് മോർ ദാൻ വൺസ്. ഇപ്പോൾ ലൂപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ക്ലോസ്ഡ് പാർട്ട് ഓഫ് നെറ്റ്വർക്കാണ്. അതിൽ ഒരു എലമെൻറ്റ് അല്ലെങ്കിൽ ഒരു നോഡിന് നമ്മൾ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം കൗണ്ട് ചെയ്യാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു ക്ലോസ്ഡ് പാർട്ടിനെ പറയുന്ന പേരാണ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം, ഇവിടെ 1 2 3 1 2 5 6 ഇപ്പോൾ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് പാത്ത് കിട്ടുന്നുണ്ട്, ശരിയല്ലേ. അപ്പോൾ 1 2 5 6 എന്നുള്ള എന്താണ്, ഒരു ലൂപ്പാണ്. ഇതിലിപ്പോൾ നമ്മൾ ഒരു നോഡിന് അല്ലെങ്കിൽ ഒരു ലൂപ്പിന് ഒന്നിലധികം നമ്മൾ ഒരു നോഡിന് അല്ലെങ്കിൽ ഒരു എലമെൻസിനെ നമ്മൾ ഒന്നിലധികം എടുത്തിട്ടില്ല. 1 2 5 6 അതെന്താണ്, ഒരു ലൂപ്പാണ്. അതേപോലെ 2 3 4 5 അല്ലേ, ഇങ്ങനെ ഈ 2 തന്നെ വരികയാണെന്ന് ഇതെന്താണ്, വേറൊരു ലൂപ്പായിട്ട് പറയാൻ പറ്റും. അടുത്ത ലൂപ്പാണ് 1 3 4 6 ഇതല്ലേ, ഇങ്ങനെ ഒരു നോഡ് വന്നാൽ അതെന്താണ്, അതും ഒരു ലൂപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ സർക്യൂട്ടിനകത്തുള്ള ഏതൊരു ക്ലോസ്ഡ് പാത്തിനെയും നമുക്ക് എന്ത് പറയാൻ പറ്റും, ലൂപ്പ് എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു നോഡിനെ അല്ലെങ്കിൽ ഒരു എലമെൻസിന് നമ്മൾ ഒന്നിലധികം പ്രാവശ്യം എടുക്കാൻ പാടില്ല. അപ്പോൾ അത് എന്തല്ല, ലൂപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ 3 ലൂപ്പാണുള്ളത്. 1 2 5 6 ഒരു ലൂപ്പാണ്. 3 ലൂപ്പ്, 1 2 5 6 ഒരു ലൂപ്പാണ്. അതേപോലെ 2 3 4 5 ഒരു ലൂപ്പാണ്. 1 3 4 6 എന്താണ്, മൂന്നാമത്തെ ലൂപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് നമ്മൾ ലൂപ്പിൻ്റെ കൺസെപ്റ്റ് പറയുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് നമുക്ക് പറയാനുള്ളതാണ് മെഷ്. മെഷ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൂപ്പ് ദാറ്റ് കണ്ടെയ്ൻ നോ അതർ ലൂപ്പ് വിത്തിൻ ഇറ്റ്. മെഷ് എന്ന് പറഞ്ഞാൽ അതൊരു ലൂപ്പാണ്. ആ ലൂപ്പിനകത്ത് വേറെ ലൂപ്പ് വരാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് മെഷ് എന്ന് പറയും. ഇപ്പോൾ എന്താ മാറ്റം ശ്രദ്ധിക്കാം. മെഷ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ലൂപ്പ് തന്നെയാണ്, പക്ഷേ ആ ലൂപ്പിനകത്ത് വേറൊരു ലൂപ്പ് വരാൻ പാടില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സാമ്പിളായിട്ട് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൽ 1 2 5 6 എന്നുള്ള എന്താണ്, ഒരു ലൂപ്പാണ്. 1 2 5 6 എന്നുള്ള എന്താണ്, ഒരു ലൂപ്പാണ്. എന്നാൽ 2 3 4 5 എന്നുള്ള എന്താണ്, ഒരു ലൂപ്പാണ്. അതേപോലെ 1 2 3 4 5 6 അല്ലെങ്കിൽ 1 3 4 6 ഇങ്ങനെ ഇതും എന്താണ്, ഒരു മൂന്നാമത്തെ ലൂപ്പായിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ മൂന്നാമത്തെ ലൂപ്പ് എടുക്കുന്ന സമയത്ത്
നമ്മൾ പറഞ്ഞല്ലോ 1 2 3 4 5 6 അല്ലെങ്കിൽ ഈ ഒരു ലൂപ്പ് മൂന്നാമത്തെ ലൂപ്പ് എടുക്കുന്ന സമയത്ത് ഈ ലൂപ്പിനകത്ത് 2 ലൂപ്പ് അല്ലെങ്കിൽ ഒരു ലൂപ്പ് എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ വരുന്നുണ്ട്. അത് ഇങ്ങനെ ലൂപ്പ് വരുന്നുണ്ട്, ഇങ്ങനെ ലൂപ്പും വരുന്നുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഒരു ലൂപ്പിനകത്ത് മറ്റു ലൂപ്പ് വരാത്ത ലൂപ്പുകളെ പറയുന്ന പേരാണ് മെഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മെഷ് ഏതൊക്കെ മാത്രമേ ഇതിലുണ്ടാവുള്ളൂ? 1 2 എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതിലുള്ള മെഷ് എന്ന് പറഞ്ഞാൽ 1 2 5 6 അല്ലേ? ഇതെന്താണ്? ഇതൊരു മെഷാണ്. കാരണം ഈ മെഷിനകത്ത് ഇനി എന്തില്ല, വേറെ ഈ ഒരു ലൂപ്പിനകത്ത് ഇനി എന്തില്ല, അതൊരു ലൂപ്പ് വേറെ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അതേപോലെ 2 3 4 5 ഇതെന്താണ്? അത് വേറൊരു മെഷാണ്. അത് എന്താണ്? ലൂപ്പിനകത്ത് അത് വേറെ ലൂപ്പ് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ 1 3 4 6 ഇതെന്തല്ല? മെഷല്ല. കാരണം ഇത് മെഷല്ല പറയാനുള്ള കാരണം ഇതിനകത്ത് എന്തുണ്ട്? 2 ലൂപ്പ് വേറെ വരുന്നുണ്ട്. സോ മെഷ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പാണ്, പക്ഷേ ആ ലൂപ്പിനകത്ത് വേറെ ലൂപ്പ് വരാത്ത ലൂപ്പിനെ പറയുന്ന പേരാണ് മെഷ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ലൂപ്പ് ഏതൊക്കെ ഉണ്ടായിരുന്നു? 3 ഉണ്ടായിരുന്നു. 1 2 5 6 2 3 4 5 അതേപോലെ 1 3 4 6 അങ്ങനെ 3 ലൂപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ മെഷ് എന്ത് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. 1 2 5 6 2 3 4 5 ഇങ്ങനെ 2 മെഷ് മാത്രമേ എന്തേ ഉള്ളൂ അവിടെ ഉള്ളൂ. സോ ഇതാണ് വ്യത്യാസം. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സർക്യൂട്ടിനകത്ത് പറയാനുള്ള ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് ലോസിനെ കുറിച്ചാണ്. ഏതൊക്കെ ലോസാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ലോ ആണ് കിർച്ചോഫ്സ് ലോ. കിർച്ചോഫ്സ് ലോസ് 2 ലോസ് ഉണ്ട്. ഒന്ന് കിർച്ചോഫ്സിൻ്റെ കറണ്ട് ലോ ഉണ്ട്, അതേപോലെ കിർച്ചോഫ്സിൻ്റെ വോൾട്ടേജ് ലോ ഉണ്ട്. സോ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് കിർച്ചോഫ്സിൻ്റെ കറണ്ട് ലോ ആണ്. സോ കിർച്ചോഫ്സിൻ്റെ കറണ്ട് ലോ പറയുന്നത് ദ അൽജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ എ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് 0. ഒരു ജംഗ്ഷനിൽ, ഒരു ഇലക്ട്രിക് സർക്യൂട്ടിൻ്റെ ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന കറണ്ട് എന്തായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കറണ്ടിൻ്റെ അൽജിബ്രിക് സം എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിളായിട്ട് ഈ ഒരു ജംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ഈ ജംഗ്ഷനിലോട്ട് I1 എന്നുള്ള കറണ്ട് ഇങ്ങോട്ട് വരികയാണ്, അതേപോലെ I2 എന്നുള്ള കറണ്ട് ഇങ്ങോട്ട് വരികയാണ്. എന്നാൽ ഈ I3 എന്നുള്ള കറണ്ട് ജംഗ്ഷനിൽ പോവുകയാണ്, I4 എന്നുള്ള കറണ്ടും ജംഗ്ഷനിൽ പോവുകയാണ്, I5 എന്നുള്ള കറണ്ടും ജംഗ്ഷനിൽ പോവുകയാണ്. സോ I1 I2 എന്നുള്ളത് ജംഗ്ഷനിലോട്ട് വരുന്നു, അവിടുന്ന് I3 I4 I5 ജംഗ്ഷനിൽ പുറത്ത് പോവുകയും ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ജംഗ്ഷനിൽ ഉണ്ടാകുന്ന കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പോൾ എത്ര കറണ്ട് ഇങ്ങോട്ട് വന്നോ, ഈ ജംഗ്ഷനിലോട്ട് വന്നോ, അത്രയും തന്നെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? നേരെ പുറത്തോട്ടും പോയിട്ടുണ്ടാവും. സോ ഒരു 10 ആമ്പിയർ കറണ്ട് ഈ ജംഗ്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ അതേ 10 ആമ്പിയർ കറണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും? പുറത്തോട്ടും പോയിട്ടുണ്ടാവും. സോ ഇൻകമിങ് കറണ്ടും ഔട്ട് ഗോയിങ് കറണ്ടും എന്താണ്? ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ജംഗ്ഷനിൽ എന്തില്ല? കറണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റും. സോ ഇൻകമിങ് കറണ്ടും ഔട്ട് ഗോയിങ് കറണ്ടും ഈക്വൽ ആണ്. സോ അതുകൊണ്ട് ജംഗ്ഷനിൽ നമുക്ക് കറണ്ട് ഇല്ല നമുക്ക് പറയാൻ പറ്റും. സോ കിർച്ചോഫ്സിൻ്റെ കറണ്ട് ലോ പറയുന്നത് ദ അൽജിബ്രിക് സം ഓഫ് ദ കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് 0. സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. സോ ഇവിടെ സം ഓഫ് ഇൻകമിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ I1 പ്ലസ് I2 ആണ് ഇൻകമിങ് കറണ്ട്. ഔട്ട് ഗോയിങ് കറണ്ട് എന്ന് പറഞ്ഞാൽ I3 പ്ലസ് I4 പ്ലസ് I5 ആണ് ഔട്ട് ഗോയിങ് കറണ്ട്. സോ ഇൻകമിങ് കറണ്ടും ഔട്ട് ഗോയിങ് കറണ്ടും ഈക്വൽ ആണെങ്കിൽ അവിടെ എന്തില്ല? ജംഗ്ഷനിൽ കറണ്ടില്ല. 10 ആമ്പിയർ കറണ്ട് ജംഗ്ഷനിലോട്ട് വന്നു, 10 ആമ്പിയർ കറണ്ട് ജംഗ്ഷനിൽ പോയി, പിന്നെ ഒരു കറണ്ടും എന്തില്ല? ആ ജംഗ്ഷനിലില്ല എന്ന് പറയാൻ പറ്റും. സോ കിർച്ചോഫ്സിൻ്റെ ഫസ്റ്റ് ലോ പറഞ്ഞു ദ അൽജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് ഈസ് 0. സെക്കൻഡ് നോക്കാം, കിർച്ചോഫ്സിൻ്റെ വോൾട്ടേജ് ലോ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ കിർച്ചോഫ്സിൻ്റെ വോൾട്ടേജ് ലോ എന്ന് പറഞ്ഞാൽ ഇൻ എനി ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് ദ അൽജിബ്രിക് സം ഓഫ് ഓൾ EMF ആൻഡ് വോൾട്ടേജ് ഡ്രോപ്സ് ഇൻ റെസിസ്റ്റർ ഈസ് ഈക്വൽ ടു 0. സോ ഇതിൽ പറയുന്നത് കിർച്ചോഫ്സിൻ്റെ വോൾട്ടേജ് ലോ പറയുന്നത് നമ്മൾ ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത്, ഒരു ക്ലോസ്ഡ് ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് അവിടെ നമ്മളൊരു ബാറ്ററി ഇവിടെ കൊടുത്തിട്ടുണ്ട്, 3 റെസിസ്റ്ററും ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇവിടെ എത്ര വോൾട്ടേജ് ആണോ കൊടുത്തിട്ടുള്ളത് ആ വോൾട്ടേജ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും? അത്രയും വോൾട്ടേജ് തന്നെ ഇത് 3ലും കൂടിയിട്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജും ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് എന്താണ്? ഈക്വൽ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അൽജിബ്രിക് സം കൂട്ടിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഒരു 50 വോൾട്ട് സപ്ലൈ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ, 50 വോൾട്ട് സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ
ഒരു 10 വോൾട്ട് ഇവിടെ ഇത് ചെയ്യുന്ന കരുതുക, ഒരു 30 വോൾട്ട് ഇവിടെ പോയി എന്ന് കരുതുക. പിന്നെ എത്ര ഉണ്ട്? 30ഉം 10ഉം 40 കഴിഞ്ഞാൽ ബാക്കി 10 വോൾട്ട് എന്ത് ചെയ്യും ഇവിടെ പോകും. സോ ഈ 50 ഇവിടെ കൊടുത്തു, ഈ 10 30ഉം 10ആയിട്ട് എന്ത് ചെയ്തു ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് അതിൽ ഡ്രോപ്പ് ചെയ്ത് പോയി. സോ ടോട്ടൽ വോൾട്ടേജ് എന്താ പിന്നെ 0 ടോട്ടൽ അവിടെ ഇതിൻ്റെ അൾജിബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലസ് ആയിട്ട് എടുത്താൽ നമ്മൾ മൈനസ് ആയി ഡ്രോപ്പ് ആയതാണല്ലോ. സോ 50 - 50 എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അപ്പോൾ ഒരു ക്ലോസ് ഇലക്ട്രിക് സർക്യൂട്ടിൽ എല്ലാ EMFൻ്റെയും വോൾട്ടേജ് ഡ്രോപ്പിൻ്റെയും അൾജിബ്രിക് സം എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? 0 ആയിരിക്കും എന്നാണ് പറയുന്നത്. സോ ഇവിടെ അങ്ങനെ പറയുന്നത് അൾജിബ്രിക് സം എന്ന് പറയാനുള്ള കാരണം ഇത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് പ്ലസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡ്രോപ്പ് ചെയ്യുന്ന വോൾട്ടേജ് മൈനസ് ആയിട്ട് എടുത്തു. സോ +50 - 10 -30 - 10 എന്ന് പറഞ്ഞാൽ +50 - 50 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇതാണ് കിർച്ചോഫ്സിൻ്റെ വോൾട്ടേജ് ലോ പറയുന്നത്. ഇനി അതിൻ്റെ ഒരു ഇക്വേഷൻ ഇവിടെ പറയുന്നത് V is equal to അപ്ലൈഡ് വോൾട്ടേജ് is equal to അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ V is equal to I into R1 V is equal to I into R1 പ്ലസ് I into R2 പ്ലസ് I into R3. V എന്ന് പറഞ്ഞാൽ അപ്ലൈഡ് വോൾട്ടേജ്, I എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിനകത്തുള്ള കറണ്ട്. സോ R1 അക്രോസ് ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസിൻ്റെ വാല്യൂ. IR ആണല്ലോ വോൾട്ടേജ് ഡ്രോപ്പ്. സോ I into R1. അതേപോലെ ഇവിടെ ഉണ്ടാകുന്ന ഡ്രോപ്പ് R2 അക്രോസ് ഉണ്ടാകുന്ന ഡ്രോപ്പ് I into R2. R3 അക്രോസ് ഉണ്ടാകുന്ന ഡ്രോപ്പ് വോൾട്ടേജ് ഡ്രോപ്പ് I into R3. സോ V is equal to voltage is equal to I into R1 plus I into R2 plus I into R3. So applied voltage is equal to sum of the voltage drops. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിന് അൾജിബ്രിക് സം എടുത്താൽ എന്തായിരിക്കും? അത് 0 ആയിരിക്കും വരുന്നുണ്ടാവുക. സോ ഇതാണ് കിർച്ചോഫ്സിൻ്റെ വോൾട്ടേജ് ലോ പറയുന്നത്.